1968 ജനിച്ച 2 കുട്ടികളുടെ അമ്മയായ ജപ്പാനിലെ ഒരു സ്ത്രീ. ഇന്ന് അവരുടെ വയസ്സ് 57 കടന്നിട്ടും അവരെ കണ്ടാൽ 25 വയസ്സുള്ള ഒരു യുവതിയെപ്പോലെ തന്നെയാണ് തോന്നുക. ലോകമെമ്പാടുമുള്ള ആളുകളെ അത്ഭുതപ്പെടുത്തിയ ആ സ്ത്രീയാണ് മസാക്കോ മിസുറ്റനി. ജപ്പാനിൽ മാത്രമല്ല, ലോകമെമ്പാടും അവരെ ലേഡി ഓഫ് എറ്റേണൽ യൂത്ത് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് എപ്പോഴും യുവത്വം നിലനിർത്തുന്ന സ്ത്രീ. എന്നാൽ ഇതെല്ലാം വെറും ജെനറ്റിക്സ് കൊണ്ടോ എക്സ്പെൻസീവ് പ്രോഡക്ട്സ് കൊണ്ടോ മാത്രം വന്നതല്ല. ഈ ഒരു യുവത്വം നിലനിർത്താൻ അവർ അവരുടേതായ ജീവിതശൈലിയിൽ വളരെ കർശനമായി പാലിക്കുന്ന ചില ഹാബിറ്റ്സ് ഉണ്ട്. 57 വയസ്സിലും 25-കാരിയെപ്പോലെ തോന്നാൻ സഹായിച്ച അവരുടെ ആൻറ്റി ഏജിങ് സീക്രട്സ് എന്തൊക്കെയാണ്? അവരുടെ സ്കിൻ കെയർ, ഭക്ഷണ രീതി, ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്, സ്ലീപ്പ്, സൺ പ്രൊട്ടക്ഷൻ എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി പറയേണ്ടത് അവരുടെ സ്കിൻ കെയർ റുട്ടീനെ കുറിച്ച് തന്നെയാണ്. മസാക്കോ മിസുറ്റനിയുടെ യുവത്വത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എക്സ്പെൻസീവ് പ്രോഡക്ട്സ് അല്ല, കൺസിസ്റ്റൻസിയാണ്. അവരെക്കുറിച്ചുള്ള പല ആർട്ടിക്കിൾസിലും ഒരേ കാര്യമാണ് റിപ്പീറ്റഡ്ലി പറയുന്നത്. അവർ ദിവസത്തിൽ സ്കിൻ ആൻഡ് ബോഡി കെയറിന് ഏകദേശം 5 മണിക്കൂർ വരെ സമയം ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് അതിശയമാവും. ഒരു സ്കിൻ കെയർ റുട്ടീനിന് ഇത്രയും സമയം വേണോ എന്ന് പലർക്കും തോന്നാം. പക്ഷേ ഇതിൻ്റെ പിന്നിലെ മെസ്സേജ് വളരെ സിമ്പിളാണ്. സ്കിന്നിനെ ദിവസവും ശ്രദ്ധിക്കണം. കൺസിസ്റ്റൻസിയാണ് ബ്യൂട്ടിയുടെ റിയൽ സീക്രട്ട്. അവർ ഒരു ദിവസം ചെയ്യുകയും 2 ദിവസം സ്കിപ്പ് ചെയ്യുകയും ചെയ്തിരുന്നില്ല. എല്ലാ ദിവസവും അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് അവരുടെ സ്കിന്നിനെ പാമ്പർ ചെയ്തിരുന്നു. രാവിലെ മുഖം ക്ലെൻസ് ചെയ്യും. അതിനുശേഷം ഹൈഡ്രേറ്റിംഗ് ലെയേഴ്സ്, ലോഷൻ, സിറം, മോയ്സ്ചറൈസർ പോലെയുള്ള പ്രോഡക്ട്സ് ഉപയോഗിച്ച് സ്കിന്നിനെ മോയ്സ്ചർ ലോക്ക് ചെയ്ത് കൊടുക്കും. കാരണം ഡ്രൈ സ്കിന്നിനെയും ഡീഹൈഡ്രേറ്റഡ് സ്കിന്നിനെയും ഫൈൻ ലൈൻസ് വേഗത്തിൽ ബാധിക്കും. നൈറ്റ് ടൈമിൽ ഇതിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുണ്ട്. കാരണം രാത്രി ഉറങ്ങുമ്പോഴാണ് സ്കിൻ റിപ്പയർ പ്രോസസ് നടക്കുന്നത്. അപ്പോൾ ക്ലെൻസിങ്, ഡീപ്പ് ഹൈഡ്രേഷൻ, മോയ്സ്ചറൈസിങ്, ഐ കെയർ, നെക്ക് കെയർ ഇവയെല്ലാം അവർ ഒരു റുട്ടീൻ്റെ ഭാഗമാക്കിയിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ ലെസൺ എന്താണെന്ന് അറിയാമോ? നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കിന്ന് ഓവർനൈറ്റ് കൊണ്ടുണ്ടാകുന്നതല്ല. ഡെയിലി കെയർ കൊണ്ടാണ് ഗ്രാജുവലി സ്കിൻ യൂത്ത്ഫുൾ ആയിട്ട് മാറുന്നത്. ഒരുപാട് ആളുകൾ എക്സ്പെൻസീവ് ക്രീം വാങ്ങി ഇൻസ്റ്റൻറ്റ് റിസൾട്ടിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കും. പക്ഷേ മസാക്കോ മിസുറ്റനി നമ്മളെ പഠിപ്പിക്കുന്നത് പേഷ്യൻസ് ആണ്. ഡെയിലി സൺസ്ക്രീൻ, ഡെയിലി മോയ്സ്ചറൈസർ, പ്രോപ്പർ ക്ലെൻസിങ് ഇവയൊക്കെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ സ്കിന്നിൽ വലിയ മാറ്റം കാണാൻ സാധിക്കും. അപ്പോൾ അവരുടെ യുവത്വത്തിൻ്റെ രഹസ്യം ഏതെങ്കിലും ഒരു സീക്രട്ട് പ്രോഡക്റ്റ് ഒന്നുമല്ല. അവരുടെ സ്കിൻ കെയർ റുട്ടീൻ ഒരിക്കലും ബ്രേക്ക് ചെയ്യാത്ത ഡിസിപ്ലിനാണ്. അവരുടെ സൗന്ദര്യത്തിൻ്റെയും യുവത്വത്തിൻ്റെയും മറ്റൊരു പ്രധാനപ്പെട്ട രഹസ്യമെന്ന് പറയുന്നത് അവർ റെഗുലറായി ചെയ്യുന്ന അവരുടെ വ്യായാമമാണ്. മസാക്കോ മിസുറ്റനിയുടെ ജീവിതശൈലിയെക്കുറിച്ചുള്ള ലേഖനങ്ങളിൽ ഒരുപാട് പ്രാവശ്യം പറയുന്ന ഒരു കാര്യം അവർ ശരീരത്തെ എല്ലായ്പ്പോഴും ആക്റ്റീവായിട്ട് നിലനിർത്തിയിരുന്നു എന്നുള്ളതാണ്. സ്കിൻ കെയർ പോലെ തന്നെ അവർ എക്സർസൈസിനും വളരെ വലിയ പ്രാധാന്യം നൽകിയിരുന്നു. ശരീരം ദിവസേന ചലനത്തിലാക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുകയും അതിൻ്റെ ഫ്രഷ്നെസ് മുഖത്ത് കാണുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്ത് എല്ലായ്പ്പോഴും ഒരു യുവത്വവും അതിൻ്റെതായ ഒരു എനർജിയും ഗ്ലോയും ഒക്കെ കാണാൻ കഴിയുന്നു. നമ്മൾ പലപ്പോഴും ബ്യൂട്ടി എന്ന് പറയുമ്പോൾ കുറേ സ്കിൻ കെയർ പ്രോഡക്ട്സ് മാത്രമാണ് ചിന്തിക്കുന്നത്. പക്ഷേ ശരീരത്തെ ദിവസേന ആക്റ്റീവായി നിലനിർത്തുന്ന ചെറിയ വ്യായാമങ്ങൾ പോലും യുവത്വം നിലനിർത്താൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി അടുത്തത് മസാക്കോ മിസുറ്റനിയുടെ സൗന്ദര്യത്തിൻ്റെയും യുവത്വത്തിൻ്റെയും മറ്റൊരു പ്രധാനപ്പെട്ട രഹസ്യമെന്ന് പറയുന്നത് അവരുടെ കൃത്യമായ ഉറക്കശീലമാണ്. അവർ ഏകദേശം രാത്രി 10 മണിയോടെ ഉറങ്ങുകയും രാവിലെ 5 മണിക്ക് ഉണരുകയും ചെയ്യുന്ന വളരെ ഡിസിപ്ലിൻഡായ ഒരു റുട്ടീൻ പാലിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ദിവസവും ശരീരത്തിന് മതിയായ ഉറക്കം ലഭിക്കണം എന്ന കാര്യത്തിൽ അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഏകദേശം 8 മണിക്കൂർ ഉറക്കം അവർ ഉറപ്പാക്കുന്ന ഒരു ശീലം അവർക്കുണ്ടായിരുന്നു. ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ലീപ്പ് ഷെഡ്യൂൾ തന്നെയാണ് അവരുടെ മുഖത്തിലെ ആ ഒരു ഫ്രഷ്നെസ്സിനും അണ്ടർ ഐ ഏരിയയിലേക്ക് കാണുന്ന ഒരു യൂത്ത്ഫുൾനെസ്സിനും വലിയൊരു കാരണമായിട്ട് കാണപ്പെടുന്നത്. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് സ്കിൻ സ്വയം റിപ്പയർ ചെയ്യുകയും കൊളാജിൻ പ്രൊഡക്ഷൻ മെച്ചപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം വെറും വിശ്രമം മാത്രമല്ല, യുവത്വം നിലനിർത്തുന്ന ഒരു നാച്ചുറൽ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് കൂടിയാണ്. ഇനി അവരുടെ യുവത്വത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട രഹസ്യമെന്ന് പറയുന്നത് അവർ സൂര്യപ്രകാശത്തിൽ നിന്ന് സ്കിന്നിനെ വളരെ ശ്രദ്ധയോടെ സംരക്ഷിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ്. അവർ അനാവശ്യമായിട്ടുള്ള സൺ എക്സ്പോഷർ ഒഴിവാക്കുകയും സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുകയും ചെയ്തിരുന്നു എന്നതാണ്. കാരണം യുവത്വത്തെ വേഗത്തിൽ കുറയ്ക്കുന്ന ഏറ്റവും വലിയ കാരണങ്ങളിലൊന്നാണ് UV റേസ്. ഇതാണ് മുഖത്ത് പിഗ്മെന്റേഷൻ, ടാനിങ്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് എന്നിവ വേഗത്തിൽ വരാൻ കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ അവർ സൺസ്ക്രീനിനെ ഒരു സാധാരണ പ്രൊഡക്റ്റായി കാണാതെ അവരുടെ
അവരുടെ യുവത്വം സംരക്ഷിക്കുന്ന ഒരു ഡെയിലി ഷീൽഡായി കണ്ടിരുന്നു. ശരിക്കും നോക്കുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഏറ്റവും ചെറിയ ആന്റി ഏജിങ് ഹാബിറ്റ് പോലും ഇത് തന്നെയാണ് അല്ലേ? വീട്ടിൽ നിൽക്കുമ്പോഴും പുറത്തോട്ട് പോകുമ്പോഴും കൃത്യമായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുക. അതുകൊണ്ട് പ്രായം എത്രയായാലും ദിവസവും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്കിന്നിനുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അവരുടെ സൗന്ദര്യ രഹസ്യമെന്ന് പറയുന്നത് അവർ മദ്യപാനത്തിൽ നിന്നും പുകവലിയിൽ നിന്നും പൂർണ്ണമായിട്ടും അകന്നു നിൽക്കുന്ന ഒരാളാണ്. അവർ ആൽക്കഹോളും ടൊബാക്കോയൊന്നും ഉപയോഗിക്കാറില്ല. കാരണം ഇത്തരം ശീലങ്ങൾ ശരീരത്തിന്റെ ആരോഗ്യത്തെ മാത്രമല്ല മുഖത്തിന്റെ യുവത്വത്തിനെയും വളരെ വേഗത്തിൽ ബാധിക്കും. പുകവലി കൊളാജനെ കുറയ്ക്കുകയും ചുളിവുകൾ വേഗത്തിൽ വരാനും സ്കിൻ ഡള്ളാകാനും കാരണമാവുകയും ചെയ്യും. അതുപോലെ മദ്യപാനം ശരീരത്തെ ഡീഹൈഡ്രേറ്റ് ആക്കുന്നതിനാൽ മുഖത്തെ നാച്ചുറൽ ഗ്ലോ കുറയാനും കണ്ണുകൾക്കടിയിൽ ഒരു ടയേർഡ്നെസ് തോന്നാനും ഇടയാകും. അതുകൊണ്ട് തന്നെ അവർ ഈ ശീലങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്നു നിന്നു. അവരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ എപ്പോഴും യുവത്വത്തോടെ കാണാനായിട്ട് ക്രീംസ് മാത്രം പോരാ, ശരീരത്തിന് ദോഷം ചെയ്യാത്ത ഇത്തരത്തിലുള്ള ശീലങ്ങളെ ഒഴിവാക്കുന്നതും വളരെ പ്രധാനമാണ് എന്നുള്ളതാണ്. ഇനി അവരുടെ സൗന്ദര്യത്തിൻ്റെ മറ്റൊരു രഹസ്യമെന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് അവർ ഫോളോ ചെയ്തിരുന്നു എന്നുള്ളതാണ്. കൃത്യമായി അവരുടെ ഭക്ഷണത്തിൽ അവർ പച്ചക്കറികളും ഫ്രൂട്ട്സുമൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുമായിരുന്നു. ഇതൊക്കെ അവർ വളരെ കൃത്യമായിട്ട് ജീവിതത്തിൽ പാലിച്ചു പോകുന്ന ശീലങ്ങളാണ്. അനാവശ്യമായിട്ട് വലിച്ചു വാരി കഴിക്കുന്ന യാതൊരു തരത്തിലുള്ള ശീലങ്ങളും അവർക്കില്ല. വയറ് നിറയാൻ വേണ്ടി ഭക്ഷണം കഴിക്കാറില്ല. അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അത്രയും ഭക്ഷണമാണ് അവർ വളരെ കൃത്യമായിട്ട് കഴിച്ചിരുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. നമ്മളും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും അതുപോലെ ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അതും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഒന്നാണ്. ഇനി അവരുടെ സൗന്ദര്യത്തിൻ്റെ മറ്റൊരു രഹസ്യമെന്ന് പറയുന്നത് അവരുടെ മനസ്സും ശരീരത്തോടൊപ്പം തന്നെ മനസ്സും ബാലൻസ്ഡ് ആയിട്ട് നോക്കുക എന്നുള്ളതാണ്. മൈൻഡ് കാമായിട്ട് നിലനിർത്താൻ അവർ കോൺഷ്യസ് ആയിട്ട് ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നു. കാരണം സ്ട്രെസ്, ആങ്കർ, വറി ഇവയൊക്കെ കൊളാജനെ കുറയ്ക്കുകയും സ്കിൻ ഡള്ളാക്കുകയും ഏജിങ് വേഗത്തിൽ വരുന്നതിനും കാരണമാകും. അതുകൊണ്ട് അവർ ദിവസേന പോസിറ്റീവ് മൈൻഡ് സെറ്റ് പാലിക്കുകയും അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു. സ്കിൻ കെയർ, ഹെൽത്തി ഡയറ്റ്, വ്യായാമം, പ്രോപ്പർ സ്ലീപ്പ് ഇവയെല്ലാം അവരുടെ മൈൻഡിനും ബോഡിക്കും ബാലൻസ് ആയിട്ട് ഒരു യുവത്വം നിലനിർത്താൻ സഹായിച്ച പ്രധാനപ്പെട്ട ഹാബിറ്റ്സ് ആയിരുന്നു. മസാക്കോ മിസുറ്റനി നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ സ്കിന്ന് യുവത്വത്തോടെ നിലനിൽക്കുന്നതിന് നമ്മുടെ മാനസിക സമാധാനത്തിനും ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ്. ഇവിടെ നമ്മൾ കണ്ടതെല്ലാം മസാക്കോ മിസുറ്റനിയുടെ യുവത്വത്തിൻ്റെ രഹസ്യങ്ങളാണ്. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്കിൻ കെയർ, ഹെൽത്തി ഡയറ്റ്, റെഗുലർ എക്സർസൈസ്, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ലീപ്പ്, സ്ട്രെസ് കൺട്രോൾ, മദ്യപാനം, പുകവലി ഇവയൊക്കെ ഒഴിവാക്കൽ ഇവയെല്ലാം വളരെ ചെറിയ സിമ്പിൾ ഹാബിറ്റ്സ് ആണ്. പക്ഷേ ഓരോ ദിവസവും എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യാമെന്ന് അവർ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. കൃത്യമായിട്ടുള്ള ഒരു പ്രാക്ടീസിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അവരുടെ ജീവിതത്തിലും നമ്മൾ കണ്ട പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീന്, അതുപോലെ തന്നെ വ്യായാമം, ഇത്തരം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യുകയും കൂടെ ചെയ്യുമെങ്കിൽ മാത്രമേ ഫലമുണ്ടാവുകയുള്ളൂ. ഒരു ദിവസം ചെയ്തിട്ട് പിറ്റേ 2 ദിവസം നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള യാതൊരു ഗുണങ്ങളും ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അപ്പോൾ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിങ്ങൾ എല്ലായ്പ്പോഴും ഓർത്തുകൊള്ളുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.